എയർ ഫ്രൈഡ് തന്തൂരി ചിക്കൻ വിത്ത് ലോകത്ത് ഇന്ന് വരെ ഒരു ഷെഫ് ഉണ്ടാക്കി നോക്കാത്തൊരു പ്രത്യേകത റൈസും. ഇതിന്റെ റെസിപ്പിയിൽ ഞാൻ ക്യാപ്ഷനിൽ കൊടുക്കാട്ടോ ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ ഈ ഒരു ഡിഷിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നല്ല റെഡ് കളറിലാണ് കേട്ടോ സാധനം വരാം. അതിന് സാധാരണ നമ്മൾ പരക്കി യൂസ് ആക്കുന്ന മുളകിന്റെ പൊടി ഉപയോഗിച്ചാലൊന്നും ആ ഒരു റെഡ് കളർ കിട്ടൂല. അതിന് കളർ തന്നെ ആഡ് ചെയ്യേണ്ടി വരും. പക്ഷെ ഞാനുണ്ടല്ലോ ഇവിടെ മാരിക്കാന്നുള്ള സ്പൈസ് ബ്രാൻഡിന്റെ കാശ്മീരി ചില്ലി പൗഡർ ആണ് കേട്ടോ യൂസ് ആക്കുന്നത്. രണ്ടും തമ്മിലെ വ്യത്യാസം കണ്ടാ. മായൊന്നും ചേർക്കാതെ നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് യൂസ് ആക്കിയിട്ടുള്ള സ്പൈസ് ബ്രാൻഡാണ് കേട്ടോ മാരിക്ക എന്നുള്ളത്. ഞാൻ ഇവരുടെ പേജ് ടാഗ് ചെയ്യാട്ടോ, നിങ്ങൾക്ക് വേണമെന്നെങ്കിൽ ഓർഡർ ചെയ്യാം. ഫ്രീ ഡെലിവറിയിലാണ്, നല്ല അടിപൊളി പാക്കേജിംഗിലാണ് കേട്ടോ വരുന്നത്. അപ്പൊ ഈ ഒരു ഡിഷിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മാരിക്കന്റെ തന്നെ പെപ്പർ പൗഡറും ടെർമറിക് പൗഡറും ആണ് കേട്ടോ. അപ്പൊ ഇവരെ കാശ്മീരി ചില്ലി പൗഡർ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു തെരി എരിവില്ല, പക്ഷെ നല്ല കളറുമാണ്. അപ്പൊ എരിവ് പറ്റാണ്ട് മുളക് പൊടി യൂസ് ചെയ്യണമെന്നുള്ളവർക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാട്ടാ. അങ്ങനെ മസാല എല്ലാം പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ മിനിമം 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടി വെക്കുക. അതിനുശേഷം ഓയിൽ ജസ്റ്റ് ഒന്ന് തടവിന് ശേഷം നമ്മൾ എയർ ഫ്രയറിൽ 200 ഡിഗ്രിയിൽ 10 മിനിറ്റ് തിരിച്ചും മറിച്ചും ബേക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നല്ല ബാക്കി വന്നിട്ടുള്ള മാരിനേഷൻ ഉണ്ടല്ലോ അതൊന്ന് ആക്കിയതിനു ശേഷം ഒരു 3 മിനിറ്റും കൂടെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റായി. ഇനി ഇതിന്റെ ലാസ്റ്റ് മിനിക്ക് വേണ്ടിയായിട്ട് നമുക്ക് ഒരു സ്മോക്കി ഫ്ലേവർ കൊടുക്കണം അല്ലേ. പണ്ടത്തെ പോലെ ഒന്നുമല്ല, പണ്ടെല്ലാം തന്നെ പുക നാറെന്ന് പറഞ്ഞാൽ കുഴപ്പാക്കും. പക്ഷെ ഇപ്പൊ പുക നാറിയില്ലെങ്കിൽ സാധനം സെറ്റായില്ല എന്ന് പറയും. അങ്ങനെ സംഭവം സെറ്റായിട്ടുണ്ട്. പിന്നെ ഈ ഒരു റൈസ് ഉണ്ടല്ലോ ഫ്രൈഡ് റൈസിനും മന്തിക്കും നെയ്ച്ചോറിനും കൂടി ഉണ്ടായ ഒരു പ്രത്യേകതരം റൈസാണ്. ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയത് ഈ ഒരു ചിക്കൻ ആണെങ്കിലും എനിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഈ ഒരു റൈസ് തന്നെയാണ് കേട്ടോ. അതും ആണെങ്കിൽ നിങ്ങൾ നിർബന്ധിച്ചാൽ മാത്രം ഞാൻ അതിന്റെ റെസിപ്പി ഇടാം കേട്ടോ. സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.